അവയവക്കടത്ത് കേസിൽ കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്ന് ആലുവ റൂറൽ SP വൈഭവ് സക്സേന പ്രധാനപ്പെട്ട തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും SP അറിയിച്ചു. അതേസമയം ഇന്നലെ അറസ്റ്റിലായ ആലുവ എടത്തല സ്വദേശി സജിത് ശ്യാമിനെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. ഇറാനിലേക്ക് അവയവക്കടത്ത് നടത്തിയ കേസിൽ ആദ്യം പിടിയിലായ സാബിത് നാസറിന്റെ സുഹൃത്ത് എടത്തല സ്വദേശി സജിത് ശ്യാമിനെ വെള്ളിയാഴ്ചയാണ് അന്വേഷണ സംഘം പിടികൂടിയത്. ഇടപ്പള്ളിയിൽ താമസിക്കുന്ന ഇയാളുടെ അറസ്റ്റ് വൈകിട്ടോടെ രേഖപ്പെടുത്തുകയും ചെയ്തിരുന്നു. സാബിത്തിന്റെ സാമ്പത്തിക വിവരങ്ങൾ പരിശോധിച്ചതിൽ നിന്നാണ് ഇയാളെക്കുറിച്ച് സൂചന ലഭിച്ചത്. സാബിത്തും സജിത്തും തമ്മിൽ ലക്ഷക്കണക്കിന് രൂപയുടെ സാമ്പത്തിക ഇടപാടുകൾ നടന്നതായി അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട്. കേസുമായി ബന്ധപ്പെട്ട പ്രധാനപ്പെട്ട ചില തെളിവുകൾ ലഭിച്ചിട്ടുണ്ടെന്നും കൂടുതൽ അറസ്റ്റ് ഉടൻ ഉണ്ടാകുമെന്നും ആലുവ റൂറൽ SP വൈഭവ് സക്സേന പറഞ്ഞു. വളരെ നല്ല രീതിയിൽ ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നു. 2 ദിവസത്തിലേക്കത്തെ 2 അറസ്റ്റ് ഉണ്ടായിരുന്നു. സാബിത്തിന്റെ മറ്റ് ഫോൺ വിളി വിവരങ്ങളും അന്വേഷണ സംഘം വിശദമായി പരിശോധിച്ചു വരികയാണ്. സാബിത്തിനെ തുടർച്ചയായി വിളിച്ച 2 നമ്പറുകൾ കേന്ദ്രീകരിച്ചാണ് പ്രധാനമായും അന്വേഷണം നടത്തുന്നത്. വൃക്ക വാങ്ങിയവർ കൂടുതലും ഉത്തരേന്ത്യക്കാരാണെന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. ഇവരെക്കുറിച്ചുള്ള വിവരങ്ങളും അന്വേഷിക്കുന്നുണ്ട്. ആവശ്യമെങ്കിൽ ഹൈദരാബാദിലും ബംഗളൂരുവിലും പരിശോധനകൾ നടത്തുമെന്നും റൂറൽ SP അറിയിച്ചിരുന്നു. സാബിത്ത് പോലീസ് കസ്റ്റഡിയിൽ തുടരുന്ന സാഹചര്യത്തിൽ കൂട്ടുപ്രതിയായ സജിത്തിനെ കൂടി കസ്റ്റഡിയിൽ വാങ്ങി ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്യുന്നതിനെക്കുറിച്ചും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. കൈരളി ന്യൂസ്, കൊച്ചി.